ആരും പറയാത്ത കാര്യങ്ങളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങളെപ്പറ്റിയും ലോക്കപ്പ് മർദ്ദനങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു ഇതെന്ത് ചെയ്യാവുന്നതാണ്. ഈ കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും ഇതൊക്കെ കുറക്കാൻ, ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഇതിനിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ മുതൽ തുടങ്ങണം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ഇത് നമ്മൾ ചെയ്യണം. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്നു, ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം. ഒരു പോലീസ് ഇന്നിപ്പോൾ ഏത് ക്യാമറയിലും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പോലീസുകാരന് ഈ പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരിക്കും സാധാരണ കാര്യങ്ങൾ നടക്കുന്നത്. ആളെ പിടിക്കുന്നതും എടുക്കുന്നതും ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. ആളെ ഒരു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചെടുക്കുന്നു, ഇതൊക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണം. ഇയാളതിന് വണ്ടി കയറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടുത്തെ വാർഡ് മെമ്പർ അറിയണം. അയാൾ പറയുന്നത് അയ്യോ ഇയാളല്ല, ഈ പറയുന്ന ആളല്ല, നിങ്ങൾ പറയുന്ന ആളല്ല, ഇത് വേറെ ആളാ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഇത് ഒന്നുമില്ല. ഇടിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ആൾ മാറിയെന്നറിയണത്. അപ്പോൾ വാർഡ് മെമ്പറെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാം. എന്നിട്ട് അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണം. പോലീസുകാരൻ ഇത് റെക്കോർഡ് ചെയ്യണം. പോലീസുകാരൻ മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു ബന്ധുവും കൂടി റെക്കോർഡ് ചെയ്യണം. അതല്ലേ, അത് ഇന്നിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോയ പോലീസ് നമുക്കിട്ട് അടിക്കും. നമ്മൾ ക്യാമറ വെച്ചിട്ട് പോലീസ് ഇയാളെ പിടിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോയ പോലീസ് നമുക്കിട്ട് അടിക്കും, അല്ലേ? അതെ, അത് പാടില്ല. നിർബന്ധമായിട്ട് ഒരു ബന്ധു ഒരാളും കൂടി ഇത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം. ഒരു പോലീസുകാരനും റെക്കോർഡ് ചെയ്യും, ഒരു ബന്ധുവും ഇതിനകത്ത് ഇത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തോളണം. അങ്ങനെ നിയമം വരണം. കാരണം ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഒരാളുടെ വീഡിയോ എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, വലിയ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു ജീപ്പിലൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ ഈ യാത്ര മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് ജീപ്പിലിട്ട് തന്നെ ഒരു ചവിട്ട കൊടുക്കാം, അല്ലെങ്കിൽ മർദ്ദിക്കാം, എന്ത് ചെയ്യാം. അപ്പം ഈ സാധനം, ഈ റെക്കോർഡ് ചെയ്ത സാധനം പോലീസിൻ്റെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട്, അതായത് പോലീസുകാരൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടാവും, ഈ ബന്ധു അല്ലെങ്കിൽ വാർഡ് മെമ്പർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും അവിടെ പോലീസിൻ്റെ കമ്പ്യൂട്ടറിൽ കയറ്റുക. ഇത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ സാധനം മജിസ്ട്രേറ്റിനെ കാണിക്കണം. എന്നാലും മാത്രമേ ഉള്ളൂ റിമൈൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ ഒരാൾ അവിടെ വെച്ച് തന്നെ പരസ്യമായിട്ടല്ലേ അടിക്കണേ, കയറ വണ്ടി എന്ന് പറഞ്ഞു അടിച്ചല്ലേ ചെയ്യണേ. എന്താ പറയുക, അന്യായോ? ചിലപ്പോൾ നിരപരാധിയാണെങ്കിലാ. അപ്പോൾ ഈ റെക്കോർഡിങ് പോലീസിൻ്റെ എല്ലാ നടപടികളും വീഡിയോ റെക്കോർഡ് ചെയ്യണം. പിന്നെ വേറെ കാര്യം, ഈ പോലീസ് കൊണ്ടുപോയിട്ട് ഈ പോലീസിൻ്റെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ലോക്കപ്പ് ഉണ്ട്. എല്ലായിടത്തും ലോക്കപ്പ് വേണ്ട. ഈ പ്രതികളെ ലോക്കപ്പിലിടേണ്ട ആവശ്യം വരികയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസുണ്ട്, അവിടുത്തെ ഒരു ലോക്കപ്പിലിട്ടാൽ മതി. അപ്പോൾ അവിടെ എല്ലാ നേരവും അവിടെ നോക്കാൻ ആൾക്കാരുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ വരുന്ന പോലീസുകാർ മുഴുവൻ യൂണിറ്റ് അടിക്കും, ലോക്കൽ സ്റ്റേഷനാണെങ്കിൽ. മറ്റെടുത്താകുമ്പോൾ അവനെ രാത്രി സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിൽ കൊണ്ടിടുക. മനസ്സിലായോ? അവിടെ വേറെ കുറച്ച് തമാശയൊക്കെ ഉണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് എന്ന് പറഞ്ഞാൽ, ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലോക്കപ്പൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ലോക്കപ്പിൽ അവർ കിടക്കാനുള്ള കട്ടിലൊക്കെ വേണം. ഇന്നിപ്പോൾ ലോക്കപ്പിൽ അവിടെ പാറ്റയും പുഴുവും അഴുക്കും പിടിച്ച് പൊടിയും ചവറുമൊക്കെ പിടിച്ച് അഴുക്കും നാറിയ സ്ഥലത്താണ് ഇവർ കിടക്കുന്നത്. അതിന് പകരം കട്ടിലൊക്കെ കൊടുക്കണം. അവർ കിടക്കട്ടെ, അവർക്ക് TV ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത്തിരി വലിയ സ്റ്റേഷനിലെ, അതായത് ലോക്കൽ സ്റ്റേഷനിലെ പ്രതികളെ മുഴുവൻ സൂക്ഷിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലാണ്, അവിടുത്തെ ലോക്കപ്പിലാണ്. ഒരു 10-12 പേരൊക്കെ ഒരു ലോക്കപ്പിൽ കൊള്ളിക്കാം. അപ്പോൾ ഒരു ആശുപത്രി വാർഡ് പോലെ ഇരിക്കും. ഇവരുടെ ചുമതല ആർക്കാന്നറിയാമോ?
പോലീസുകാർക്കല്ല. ഈ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികളുടെ സംരക്ഷണം നഴ്സിനാണ്. മനസ്സിലായ? ഒരാളിപ്പോൾ അയാൾക്ക് പ്രഷർ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നഴ്സിനുള്ള തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നഴ്സിൻ്റെ ചുമതലയാണ് ഈ ലോക്കപ്പിൽ കിടക്കുന്ന ആളുകളെ നോക്കൽ. ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു അയാൾക്ക് എന്തെങ്കിലും ഈ പ്രഷറൊക്കെ കൂടും, പലരും ലോക്കപ്പിലൊക്കെ ആക്കും, പലരുടെയും പ്രഷർ കൂടും. അപ്പോൾ അതൊക്കെ ഇവർ നോക്കിയിട്ട് അപ്പോൾ അത് പോലീസിൻ്റെ നഴ്സ് വേണ്ട, പോലീസ് സർവീസിലുള്ള നഴ്സ് വേണ്ട. പോലീസ് സർവീസിലെ നഴ്സാണെങ്കിൽ പോലീസിൻ്റെ സ്വഭാവം എടുക്കും. അതിന് പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ഡെപ്യൂട്ടേഷനിൽ ഏതാനും മാസത്തേക്ക് ഒരാൾ, അതിൻ്റെ അടുത്ത ആൾ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഐ സി യൂണിറ്റ് പോലെയാണ് ഇവിടെ നടക്കുക പോലീസ് ലോക്കപ്പ്. അല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഐ സി യൂണിറ്റിൽ കിടക്കുന്ന ആളെ നമ്മൾ നഴ്സുമാർ വന്നിട്ട് പറയില്ലേ, ഇന്ന ആളുടെ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ ആരാണ്, ഒന്ന് കണ്ടോ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മതി ഇവരെ. അല്ല, ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മളല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു കൂടെ ഇടിച്ചിട്ട് എന്താ കാര്യം? ഇവരെ ലോക്കപ്പിൽ ഇടേണ്ട ആവശ്യം വന്ന് ഇടാൻ അവിടെ നോക്കാനുള്ള സംവിധാനം വേണം. അപ്പോൾ ഒരാൾക്ക് അസുഖമാണെങ്കിൽ അത് നഴ്സിന് തിരിച്ചറിയാൻ പറ്റും. നഴ്സ് അവിടുത്തെ പോലീസ് ഓഫീസറോട് പറയും, അയാൾ പേഷ്യൻ്റ് സുഖമില്ല, അയാൾ ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ പോലീസ് ഓഫീസർ അത് അവിടെ ഒരു രജിസ്റ്ററിൽ എഴുതി റെക്കോർഡ് ചെയ്ത് നഴ്സ് എഴുതി കൊടുക്കുക. അതനുസരിച്ചില്ലെങ്കിൽ ഓഫീസർക്ക് കുറ്റം. മനസ്സിലായി? ഇന്നിപ്പോൾ ആ പണ്ട് വരാപ്പുഴയിൽ ഒരു പയ്യനെ കൊണ്ട് ഇടിച്ചിട്ട്, പയ്യനുണ്ട് ചെറുപ്പക്കാരനാണ്, വയറ്റത്തിലേക്ക് ഇടി ചവിട്ടിയിട്ട് അവൻ്റെ കുടലൊക്കെ പൂട്ടി രാത്രി മുഴുവൻ സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്ന് അടുത്ത ദിവസം ആശുപത്രിക്ക് കൊണ്ട് അവിടെയൊക്കെ പഴുത്ത് നാശമായി 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. അപ്പോൾ നേഴ്സ് വേണം. ലോക്കപ്പിൽ ഒരാൾ കിടക്കുകയാണെങ്കിൽ അവരെ നോക്കാൻ നേഴ്സ് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ പോലീസിൻ്റെ ചോദ്യം ചെയ്യാണ്ട് പറ്റില്ലല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ആരും കാണാണ്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇയാളെ ചോദ്യം ചെയ്യണമെങ്കിൽ വാർഡ് മെമ്പർ, അതല്ലെങ്കിൽ ഇയാളുടെ ബന്ധു, ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമുള്ള ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? അതുമാത്രമല്ല, ഈ ചോദ്യം ചെയ്യൽ ഒരു പോലീസുകാരൻ റെക്കോർഡ് ചെയ്യും, വീഡിയോ റെക്കോർഡ് ചെയ്യും. ഈ വാർഡ് മെമ്പറോ ബന്ധു അയാളും റെക്കോർഡ് ചെയ്യും. അപ്പോൾ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പോലീസുകാർക്ക് ഇയാളെ ചവിട്ടാനും ഇടിക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത് അയാൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അതിനുള്ള വേറെ മാർഗമുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ പറയാം. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരു മിനിറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ചോദ്യം ചെയ്യൽ റെക്കോർഡ് ചെയ്യണം. ചോദ്യം ചെയ്യൽ അതുപോലെ ചോദ്യം ചെയ്യുന്ന ബന്ധുവിൻ്റെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ മാത്രമേ പാടുള്ളൂ. അപ്പോൾ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ എൻ്റെ മകനെ എന്തെങ്കിലും കേസിന് കൊണ്ടുപോയി അകത്ത് കയറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ പുറമേ നിന്ന് ഈ ചെറുക്കൻ്റെ കരച്ചിൽ കേൾക്കാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പോലീസുകാർക്ക് വല്ല കാശം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇടിയൊന്ന് കുറച്ച് വരും, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒരു ഇയാളുടെ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ കേസ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം ഇവിടെ കേസ് തെളിയിച്ചിട്ട് ഇപ്പം എന്ത് പിണ്ണാക്കി കിട്ടാൻ ഇവിടെ? കേസ് തെളിയിച്ചിട്ട് ശിക്ഷ ഒന്നുമില്ല ഇവിടെ. ഒരു കുറ്റം ചെയ്ത ശിക്ഷയൊന്നുമില്ല ഇവിടെ. വധശിക്ഷ ചോദിച്ചാൽ ആരും കൊല്ലണില്ല. പിന്നെ വേറെ വല്ല ജീവപര്യന്തമാണ് ഇവരവിടെ പോയി കുറേ ആൾ ചിക്കനൊക്കെ തിന്ന് കിടക്കും. പിന്നെ ഇതിനിപ്പോൾ ശിക്ഷിക്കാൻ കുറ്റം തെളിയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കുറ്റം തെളിയിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറ്റം തെളിയിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം, അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും. നമസ്കാരം.